സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 7:31 മുതൽ 35 വരെ. യേശു വീണ്ടും സോരിൻ്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊരു ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽ പുറത്തു വന്നു. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള ഏഫാഥ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ ചെയ്ത ഒരു ദൈവപ്രവൃത്തിയാണ് നാം കാണുക. ഇത് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഓരോ ദിവസവും വിശ്രമമില്ലാതെ രാവും പകലും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലും രോഗികളെ സൗഖ്യമാക്കുന്നതിലും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലും ഭൂതഗ്രസ്തരെ വിടുവിക്കുന്നതിലും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ശിഷ്യന്മാർക്കും തൻ്റെ മുമ്പിൽ കൂടി വന്നിരുന്ന ബഹുപുരുഷാരത്തിനും വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന യേശു ഒരു ദിവസം സോരിൻ്റെ സീദോൻ വഴിയായി ദക്കപ്പൊരു ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽ പുറത്തു വരികയാണ്. അവിടെ ആ പ്രദേശത്തിലെ ജനങ്ങൾ വിക്കനായൊരു ചെകിടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന്, അവന് സംസാരശേഷിയില്ല എന്നുള്ളതാണ്. ഒപ്പം അവൻ കേൾവിശക്തിയും ഇല്ലായിരുന്നു. അവനെ കൊണ്ടുവന്നവരുടെ ആവശ്യം യേശു അവൻ്റെ മേൽ കൈവയ്ക്കണം എന്നാണ്. എന്നാൽ യേശു ഉടനെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് വിചിത്രമായി കാണാം. ആ ബഹുപുരുഷാരത്തിൽ നിന്ന് യേശു അവനെ വേറിട്ട് നിർത്തുകയാണ്. തുടർന്നാണ് അവൻ്റെ ചെവിയിൽ വിരലിടുന്നതും അവൻ്റെ നാവിനെ തൊട്ട് എഫാഥ എന്ന് അർത്ഥമുള്ള തുറന്നു വരിക എന്ന പദം ഉപയോഗിക്കുന്നു. ഉടനെ അവൻ്റെ ചെവി തുറന്ന് നാവിൻ്റെ കെട്ടുമഴിഞ്ഞ് അവൻ വ്യക്തമായി സ്പഷ്ടമായി സംസാരിക്കുന്നതാണ് നാം കാണുന്നത്. ഈ മനുഷ്യൻ്റെ അഥവാ ഈ വിക്കനും ചകിടനുമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഈ അത്ഭുത രോഗശാന്തിയിൽ നാം കാണുന്ന ചില സത്യങ്ങളുണ്ട്. ഒന്ന്, അവന് ഒരു വേർപാട് ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. അവന് സൗഖ്യം ലഭിക്കുന്നതിന് മുമ്പായി, അഥവാ യേശു അവനെ സൗഖ്യമാക്കുന്നതിന് മുൻപായി ചെയ്യുന്നത് അവനെ ആ ബഹുപുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു വേർപാട് ഒരു മനുഷ്യനും ആവശ്യമാണ്. ആ വേർപാട് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന്, ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുന്നതിന്, ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്നതിന് കാരണമായി തീരുന്നു. ഈ ഭൂമിയിലെ തിരക്കിനിടയിൽ നാം ഒരു ചെറിയ വേർപാട് അഥവാ വിശ്രമം എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ
വേർപാട് ഈ ലോകസംബന്ധമായ അഥവാ പുരുഷാരത്തിൻ്റെ ബഹുവിധ ശബ്ദങ്ങളുടെ ബഹുവിധ തിരക്കുകളുടെ ഇടയിൽ നിന്നും ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഒരു വേർപാടായിരിക്കണം. രണ്ടാമതായി യേശു ചെയ്യുന്നത് ദൈവിക സ്പർശനം നൽകുക എന്നുള്ളതാണ്. ദൈവിക സ്പർശനം അവന് നൽകുന്നതിന് മുമ്പായി യേശു തുപ്പുന്നതായി നാം കാണാം. ഇത് അവൻ്റെ പാപത്തെ നീക്കുവാനുള്ള ഒരു ദൈവപ്രവൃത്തിയാണ്. നാം ദൈവസന്നിധിയിൽ വേർപെട്ടിരിക്കണം, എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം നീക്കം ചെയ്യണം. അവനെ തുപ്പുന്നതിൽ നിന്നും അതാണ് നാം കാണുന്നത്. നമ്മുടെ പാപത്തെ ഉപേക്ഷിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരസ്പർശനം നമുക്ക് ആത്മീകവും ഭൗതികവുമായ വിടുതലിന് കാരണമായിത്തീരും. ആമേൻ.